തൊട്ടാവാടി അരച്ച് കരിക്കും വെള്ളത്തിൽ കുടിച്ചാൽ ഷുഗർ കുറയും. ശരിയാ, മരിച്ചുപോയാൽ ഷുഗർ കുറയുമല്ലോ. തൊട്ടാവാടി വിഷമാണ്. തൊട്ടാവാടിയിൽ വിഷമുണ്ട്. തൊട്ടാവാടിയുടെ ഉള്ളിലിരിക്കുന്ന ഈ ജോയിന്റിൽ ഒരു മുഴ പോലെ കണ്ടിട്ടില്ലേ, അതൊരു പ്രത്യേകതരം വിഷമാണ്. അത് പ്രമേഹമുള്ളവൻ കരിക്കും വെള്ളത്തിലും കൂടെ ഇത് ചേർത്ത് കഴിക്കുമ്പോൾ ഇത് അവനെ ഗുരുതരമായിട്ട് ബാധിക്കും. ഇത് നാട്ടറിവിൽ പ്രചരിക്കുന്ന പല പുസ്തകങ്ങളിലും പല ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്നവരൊക്കെ പോയിട്ട് പറയുന്ന ഒരു കാര്യമാണ് തൊട്ടാവാടി പ്രമേഹത്തിൽ ഉപയോഗിക്കാമെന്ന്. പക്ഷേ അപകടമാണ് മനുഷ്യന്. അപ്പം ഞങ്ങളിതിനെ യുക്തിയോടുകൂടി ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ചതിന് ശേഷമാണ് അതിനെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യും. ഒരാൾക്ക് ഒരു പ്രമേഹം ഇൻസുലിൻ നിർത്തിയ ഒരു വ്യക്തിയെ ഞങ്ങൾ 3 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അയാളുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട്. ഇപ്പോൾ നമ്മളുടെ മരുന്നുകളൊക്കെ ക്ലിനിക്കൽ സ്റ്റഡീസ് നടത്തി സ്റ്റെബിലിറ്റി സ്റ്റഡിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന മരുന്നുകളുണ്ട് നമുക്ക്. ഈ മരുന്നുകളുടെ ഒക്കെ പുറകിൽ കൃത്യമായ പഠനം അതാത് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി അതിൻ്റെ രേഖകൾ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതായത് നാട്ടറിവുകളുമായി ബന്ധപ്പെട്ട് നാട്ടറിവുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിനൊരു ഡോക്യുമെൻറ്റേഷൻ ഇല്ലായ്മയാണ്. അത് നിങ്ങൾ പരിഹരിക്കുന്നുണ്ടെന്നാണ്. വാസ്തവത്തിൽ നാട്ടറിവ് എന്ന് പറയുന്നത് മലയാളി മാത്രം പറയുന്ന, മലയാളിയുടെ ഈ ആധുനിക കാലത്ത് ജീവിക്കുമ്പോൾ ഗൃഹാതുരത്വത്തിനെ കൊണ്ടു നടക്കുന്ന മലയാളിയുടെ ഒരു മണ്ടത്തരം മാത്രമാണ് നാട്ടറിവ്. അങ്ങനെ ഈ നാട്ടറിവ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കാര്യമൊന്നുമില്ല. എന്താണ് നമ്മുടെ നാട്ടിലുള്ള നാട്ടറിവ്? ഇപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. എൻ്റെ പല്ലുവേദന വന്നപ്പോൾ അച്ഛൻ എനിക്ക് നാട്ടിൽ വൈദ്യരെ കൊണ്ട് കാണിച്ചിട്ട് എൻ്റെ നഖത്തിൽ ഒരു പച്ചല ചൂടാക്കി ഒഴിച്ചിട്ട് എൻ്റെ പല്ലുവേദന മാറിയത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന. തീർച്ചയായിട്ടും അത് ആ വൈദ്യൻ്റെ അറിവാണ്. അതിനെ നമ്മൾ എത്ര നിസ്സാരമായിട്ടൊരു നാട്ടറിവ് എന്ന് പറയുന്നു. അങ്ങേക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വൈദ്യൻ ആ അറിവ് നേടിയെടുക്കാൻ എത്ര കാലത്തെ നിരീക്ഷണങ്ങളും പഠനങ്ങളും എത്ര തലമുറ നടത്തിയിട്ടുണ്ടാവും. അത് കേവലം ഒരു നാട്ടറിവ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന ഒരു കാര്യമാണ്. അങ്ങേക്കിത് സംഭവിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പുറകിൽ വൈദ്യൻ്റെ വർഷങ്ങളോളമുള്ള നിരീക്ഷണവും പരീക്ഷണവും യാദൃച്ഛികമായിരിക്കത്തില്ല.